ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അഭ്യർത്ഥന തിരുമേനി, പ്രിയപ്പെട്ട രതീഷ് അച്ഛൻ, സ്നേഹമുള്ള ശിവ സാറ്, ഈ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഒപ്പം നിൽക്കുന്ന സതീഷ് ബാബു അച്ഛൻ, ഇവാഞ്ചലിസ്റ്റ് അഖിൽ കൃഷ്ണൻ, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ചെമ്മാച്ചന്മാരെ, കർത്താവിന് സ്നേഹിക്കപ്പെടുന്ന സഭാ വിശ്വാസികൾ, നോമ്പുകാലത്തിൻ്റെ ചുവടുകൾ വെച്ച് ക്രൂശിനോടടുക്കാൻ പകുതി ദൂരം നടന്നു കഴിഞ്ഞ ദിവസങ്ങളാണ്. ഇനി ഒരു പകുതി ദൂരമേ ഉള്ളൂ എന്നൊരു ആശ്വാസത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടാത്തോന്നും ഒരിക്കൽ കൂടെ കർത്താവിനെ ക്രൂശിക്കുമെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. കാരണം ആ ഒരു വൈദ്യമൊക്കെ ചിലരുടെ വീടുകളിൽ തോന്നുകയാണ്. എന്താണ് കാരണം എന്നറിയാൻ പാടില്ല. തിരക്കൊക്കെ ഉള്ള ജീവിതത്തിൻ്റെ ക്ഷീണമൊക്കെ ഉള്ള അവസ്ഥയായിരിക്കാം. എന്നാലും കുറച്ച് സമയത്ത് ഉറങ്ങരുത്, അത് മാത്രമേ ഉള്ളൂ. ഒന്ന് ഉണർന്നിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. വളരെ പണ്ഡിതോചിതമായി കാര്യങ്ങൾ ചെയ്യുന്ന തിരുമേനിയുടെ കീഴിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന അവസരം ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ തമ്മിൽ മുഖാമുഖം സംസാരിച്ചിട്ടും കേട്ടിട്ടില്ലാത്ത സമയത്ത് പോലും എനിക്കൊരു ആരാധന തോന്നിയിട്ടുള്ള സഭാപിതാക്കന്മാരിൽ ഒരാളാണ് തിരുമേനി. ആ വാക്കുകൾ അപൂർവമായിട്ട് ദൂരെ നിന്ന് കേൾക്കുകയും ഇപ്പോൾ കുറച്ച് അടുത്ത് മനസ്സിലാക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തിരുമേനിയോട് ചേർന്ന് നിൽക്കാനും ഒക്കെ കിട്ടിയൊരു വലിയ ഭാഗ്യം, ഒരു സന്തോഷമായിട്ട് ഞാൻ ഓർമ്മിക്കുകയാണ്. പറഞ്ഞ നല്ല വാക്കുകൾക്കും കരുതലുകൾക്കും നന്ദിയോട് സ്തോത്രം. എല്ലാ പ്രവർത്തനങ്ങളുടെ പിന്നിലും ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെ പിന്തുണയും പ്രാർത്ഥനയും ഉത്സാഹവുമാണ് ഈ ദേശത്ത് നടക്കുന്ന അനവധി സുവിശേഷ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് കാരണമായി തീരുന്നത്. ആ നന്മകളെ ഞങ്ങൾ ഓർക്കുന്നു. സർവാത്മന എല്ലാ സഹകരണവും പിന്തുണയും വാഗ്ദാനം ചെയ്ത് ഒപ്പം നിൽക്കുന്ന തിരുമേനിയും രതീഷനും ശിവസാറും ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അതിൻ്റെ ഭാഗമാണ്. ആ ഒരു വലിയ കടപ്പാടോടുകൂടെയാണ് ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. എല്ലാവർക്കും നന്മ ഉണ്ടാകണം, എല്ലാവരും സന്തോഷമായിരിക്കണം, എല്ലാവർക്കും ആരോഗ്യമായിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനകളും ആഗ്രഹവും പ്രതീക്ഷയും. ചില സമയങ്ങളിലൊക്കെ ചില പ്രയാസങ്ങളൊക്കെ വരുന്നു. എന്നിരുന്നാലും തീർച്ചയായിട്ടും നമ്മെ കാക്കുന്ന, കാണുന്ന, അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഒരിക്കലും മറന്നു പോകരുത്. ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ക്രിസ്തു ഒരിക്കലും നിലവിളിച്ചതായിട്ട് രേഖപ്പെടുത്തുന്നു. അതെന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ട്? ഇപ്പൊ ഈ അടുത്ത സമയത്ത് വെഞ്ഞാറമ്മൂടൊരു കൊലപാതകം, അമ്മയുടെ മുഖം പിടിച്ച് ചുവരിലിടിച്ച് ഒരു ഷോൾ കൊണ്ട് കഴുത്ത് മുറുക്കി വലിച്ചിഴച്ച് അബോധാവസ്ഥയിലായി. പിന്നെയാണ് 6 കൊലപാതകമൊക്കെ 5 കൊലപാതകം കഴിഞ്ഞ് പോകണം. പോലീസ് ഓഫീസർ അടുത്ത് അമ്മ പറഞ്ഞ ഏറ്റവും വലിയൊരു കള്ളമുണ്ട്. എന്താണ്? കട്ടിലിൽ നിന്ന് എന്താ അമ്മ കരയാത്തത്? വേദനിക്കാഞ്ഞിട്ടാണ്? വേദന ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ എന്തുകൊണ്ട് അമ്മ കരഞ്ഞില്ല? 2 പ്രാവശ്യം മൊഴി പറഞ്ഞു. ആ മൊഴിയിലൊക്കെ മാറ്റമൊക്കെ വന്നു പിന്നെ. പക്ഷെ എങ്കിൽ പോലും അതൊരു ഒരു ഒരു അമ്മയുടെ ആർദ്രത എന്ന് പറയുന്നത് മറ്റൊരാളിന് ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന കർത്താവിന് മാത്രമേ എൻ്റെ നന്മയ്ക്ക് വേണ്ടി ആ വേദന വഹിക്കാൻ. അതാണ് കുരിശ്. ഈ 72 മണിക്കൂറുള്ള വിചാരണയും ഉപദ്രവവും ഒക്കെ കഴിഞ്ഞ് യേശുവിനെയും തൂക്കിക്കൊണ്ട് കൂലി വാങ്ങിച്ച് ഉപദ്രവിക്കുന്ന പടയാളികളുടെ ഒരു മനോഭാവമുണ്ട്. ഒരു സാന്ദർഭിക വിവരണം ഇങ്ങനെയാണ്: ഓരോ അടിക്കുമ്പോഴും റോമാ ഗവൺമെന്റിന്റെ ശമ്പളത്തിന്റെ
വലിപ്പവും പൊലിപ്പവും ആ ഉദ്യോഗസ്ഥൻ ഓർക്കുകയാണ്. ഓരോ അടി അവൻ്റെ യേശുവിൻ്റെ ശരീരത്തിൽ വീണ് കഴിയുമ്പോഴും എന്നെ കൊണ്ട് ഇതാവില്ലല്ലോ എന്നറിയാതെ മനസ്സിൽ പറഞ്ഞു പോകുന്നു എന്നാണ്. ഈ ഒരു സന്ധ്യാസമയത്ത് ഒരു കൺവെൻഷൻ പ്രസംഗത്തിനുള്ള ഒരു സാധ്യതയൊന്നുമില്ല, ഇതെനിക്ക് നന്നായിട്ട്. അപ്പോൾ രണ്ട് ചിന്തകളാണ് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ വന്നു പറ്റുന്ന കുറേ തിന്മകളും നമ്മളൊന്നും അത് അറിയുന്നില്ല. അങ്ങനെയുള്ള കുറേ വന്നു പറ്റുന്ന കുറേ തിന്മകളെ ബോധപൂർവം ഒന്ന് തിരിച്ചറിയാൻ, അതിനെ ഒന്ന് മാറ്റി കുറച്ച് കളപറിച്ച് ഒരു ശക്തമായ താക്കീത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. റിമോറ എന്ന പേരുള്ളൊരു മത്സ്യം, വളരെ ചെറിയൊരു മത്സ്യമാണ്. അത് നമ്മുടെയൊക്കെ നാട്ടിൽ പറഞ്ഞ സക്കർ ഫിഷുകൾ നമുക്ക് വളരെ സുപരിചിതമാണ്. ആ ഇനത്തിൽപ്പെട്ട ഒരു മീനാണ്. തിമിംഗലം പോലുള്ള വലിയ മത്സ്യങ്ങളുടെ പുറത്ത് പറ്റിച്ചേർന്ന് അതിങ്ങനെ കടലിലൂടെ ജീവിക്കുകയും അതിൽ കിട്ടുന്ന ആഹാരമൊക്കെ ഭക്ഷിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ്. അത് ഈ ശരീരത്തോട് അള്ളി പിടിച്ചിരുന്നാൽ തിമിംഗലം കുടഞ്ഞാലൊന്നും ഇത് വിട്ടുപോവുകയില്ല. പക്ഷേ ഈ തിമിംഗലം പോലുള്ള വലിയ മത്സ്യങ്ങളുടെ പുറത്ത് ഇത് വന്ന് പറ്റുകയും അത് ഒരിക്കലും വിട്ടുപോകാത്ത തരത്തിൽ അതിനെ പറ്റിപ്പിടിച്ച് ഇരിക്കുകയും ചെയ്യും. ബോട്ടുകളുടെയോ വള്ളങ്ങളുടെയോ ഒക്കെ അടിത്തട്ടിൽ പറ്റിപ്പിടിച്ച് അവയുടെ സ്പീഡ് കുറയ്ക്കാനും ചലനരഹിതമാക്കാനും ഈ റിമോറ എന്ന കുഞ്ഞു മത്സ്യത്തിന് കഴിയുന്നു എന്നാണ്. അത് ഒന്നിൽ കൂടുതലാകും, ആയിരക്കണക്കിനാകും. അങ്ങനെ ഒരു ശക്തിയോടുകൂടെ നിൽക്കുമ്പോൾ അതുവഴി പോകുന്ന ബോട്ടുകളുടെ വേഗത കുറയ്ക്കാൻ, അതിൻ്റെ ദിശ മാറ്റാൻ പോലും ഇതിന് കഴിയുന്നു എന്നാണ്. മറ്റൊരു ചരിത്രത്തിൽ എടുത്തു പറയാൻ കഴിഞ്ഞാൽ, കരുത്തനായ റോമൻ സേനാനായകനായ മാർക്ക് ആന്റണിയും വിശ്വസുന്ദരിയായ ക്ലിയോപാട്രയും ഒക്ടേവിയനോട് യുദ്ധത്തിൽ പരാജയപ്പെടാനും കൊല്ലപ്പെടാനും കാരണമായി തീർന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഈ റിമോറ മത്സ്യങ്ങളാണ്. കാരണം ഈ റിമോറ ആ കപ്പലിൻ്റെ അടിത്തട്ടിൽ പറ്റിപ്പിടിച്ചിരുന്നത് കൊണ്ട് ഉദ്ദേശിച്ച വേഗത്തിൽ കപ്പൽ ഓടിച്ചു പോകാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന ഒരു കണ്ടെത്തലുണ്ട്. മാർക്ക് ആന്റണിയുടെ കപ്പലിൻ്റെ വേഗത കുറയ്ക്കാൻ കാരണമായപ്പോൾ യുദ്ധത്തിൽ പരാജയപ്പെടുകയും എന്നേക്കുമായി അത് നശിക്കുകയും ചെയ്തു. ഒരു കൗതുകം പോലെ ഈ വാക്കിൻ്റെ അർത്ഥമൊന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ മോറ എന്ന ലാറ്റിൻ വാക്കിനെ തടസ്സപ്പെടുത്തുക, താമസിപ്പിക്കുക എന്നൊരർത്ഥമുണ്ട്. അതിൽ റീ എന്ന് പറയുന്ന ഒരു ഉപസർഗം കൂടെ ചേരുമ്പോൾ പുറകോട്ട് വലിച്ച് തടസ്സപ്പെടുത്തുക. ഒരാൾ മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോൾ പുറകോട്ട് വലിച്ച് അയാളെ തടസ്സപ്പെടുത്തുക. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോൾ ഇത്രയും സമയം പ്രാർത്ഥിക്കണമോ എന്നൊരു ചിന്ത ഉണ്ട്. കുറച്ചു നേരം പ്രാർത്ഥിച്ചപ്പോൾ എവിടെ നിന്നറിയാൻ പാടില്ല, നല്ല ഉറക്കം വരും. കുറേ സമയം മുന്നോട്ട് പോയപ്പോൾ ചില ആളുകളൊക്കെ വാ തുറക്കാൻ തുടങ്ങി, പ്രാർത്ഥന പോയി. ഇതെവിടുന്നാ വന്ന്? ഇന്നൊരു അരമണിക്കൂർ വായിക്കും, ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്. 15 മിനിറ്റ് കഴിഞ്ഞ ഫ്ലാറ്റ്. പ്രാർത്ഥനയും പോയി, ലക്ഷ്യവും പോയി, എല്ലാം മറക്കുകയാണ്. ഞാൻ നിങ്ങളും അറിയാതെ കടന്നുകൂടുന്ന ചില ചിന്തകൾ, ചില വിഷയങ്ങളും ചില പ്രശ്നങ്ങളും അത് നിസ്സാരമെന്ന് വിചാരിച്ച് ഈ റിമോറ എന്ന് പറയുന്ന സൂക്ഷ്മജീവികളെ പോലെ നമ്മളത് തള്ളിക്കളയരുത്. തീർച്ചയായിട്ടും അത് ഏറ്റവും ദോഷകരമായ ഒരു ദിശയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, നമ്മൾ 66 പുസ്തകങ്ങളുള്ളൊരു ബൈബിളാണ് ഉപയോഗിക്കുന്നത്. അതിൽ തിരഞ്ഞെടുക്കപ്പെടാതെ പോയ ചില പുസ്തകങ്ങളുണ്ട്. അതിലൊരു വിഭാഗം അപ്പോക്രിഫൽ പുസ്തകങ്ങളാണ്. ആ പുസ്തകത്തിലെ പ്രഭാഷകൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്.
അതിൽ 19-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവർ അല്പാൽപമായി നശിക്കണം. ഒരുമിച്ച് നശിക്കില്ല. ചില ആളുകൾ ദേഷ്യം വരുമ്പോൾ പറയും, നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമെന്നാണ് പറയുന്നത്. കൊല്ലും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എങ്ങനെ കൊല്ലും? ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമെന്നാണ് പറയുന്നത്. ഇപ്പം മനുഷ്യരുടെ ജീവിതത്തിൽ ഇതെല്ലാം ഇങ്ങനെ വന്ന് ഭവിക്കുകയാണ്. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അവൻ അല്പാൽപമായിട്ട് നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗോഡ്സ് ഓൺ സ്മോൾ തിങ് എന്ന് പറഞ്ഞൊരു വലിയ പുസ്തകമുണ്ട്. ഒരുപാട് വിവാദങ്ങളുണ്ടായ, ഡിസ്കഷൻസ് ഉണ്ടായ, പഠനങ്ങളുണ്ടായ ഒരു പുസ്തകമാണ്. അരുന്ധതി റോയി ഒരു പത്രസമ്മേളനത്തിലെ ചോദ്യത്തിന് ഉത്തരമായി വളരെ ദേഷ്യഭാവത്തിൽ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്: നിസ്സാരം എന്ന് വിചാരിക്കുന്നത് നിസ്സാരമല്ല, അത് ഗൗരവമുള്ളതാണ്. ചെറുതെന്ന് വിചാരിക്കുന്നത് ചെറുതല്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദോഷമോ ദുരന്തമോ ഒരുപക്ഷെ ഏറ്റവും വലിയ നന്മയോ ആയി മാറാം. അതുകൊണ്ട് ചെറുതിനെ അവഗണിക്കരുത്. ചെറുതിനെ അവഗണിക്കരുത്. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ ചില വിമോറകൾ വന്നു എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം ചിലത് അലസതയായിരിക്കാം. ആരാധനയ്ക്ക് പോകാനിറങ്ങുമ്പോൾ ഇന്ന് പോകണോ, പോണ്ടേ, പോയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നുള്ള ചില വിചാരങ്ങൾ നമ്മുടെ മനസ്സിൽ വരാം. ജീവിതത്തിൻ്റെ ഉത്സാഹം കുറഞ്ഞു പോകുന്നതായി തോന്നുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ അടിത്തട്ടൊന്ന് പരിശോധിച്ചു. കാരണം ഇന്ന് നമുക്ക് ലഭിക്കുന്ന കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം ഉപയോഗിച്ച് ഏറ്റവും സുന്ദരനായി സുന്ദരിയായി നമുക്ക് ഒരുങ്ങി നിൽക്കാൻ പറ്റും. അതൊരു മാസ്കാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു പച്ചയായ മനുഷ്യനുണ്ട്. ആ പച്ചയായ മനുഷ്യൻ എവിടെയാണ് സ്ഫുടം ചെയ്തെടുക്കുന്നത്? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തീവ്രമായ വേദനകളുടെ ആഴങ്ങളിൽ ഞാൻ വീണു പോകുമ്പോൾ പിറുപിറുക്കാതെയും ദേഷ്യപ്പെടാതെയും സൗമ്യഭാവത്തോടുകൂടെ നിൽക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ അവിടെ വിശ്വാസത്തിൻ്റെ ഒരു ആത്മീയത നമുക്ക് കാണാൻ. കർത്താവിനോടൊപ്പം ക്രൂശിച്ച ഒരാൾ വായി വരുന്നത് മുഴുവനും പറഞ്ഞില്ലേ? പക്ഷെ വേറെ ആൾ പറയുന്നത്, അടുത്തൊരിക്കുന്ന ആൾ പറയുന്നത് അങ്ങനെയല്ല. അപ്പോ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്ന് ഭവിക്കുന്ന എല്ലാ തിന്മകളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി തീർച്ചയായിട്ടും നമ്മുടെ കുറവുകളെ, വീഴ്ചകളെ, താഴ്ചകളെ, ബലഹീനതകളെ നമ്മളൊന്ന് ബോധ്യപ്പെടണം. നമ്മൾ കുരിശിനോട് ചേർന്ന് കർത്താവിനോട് നടക്കുകയാണ്. വേണമെങ്കിൽ കർത്താവിന് പകരം കുരിശ് വഹിക്കാനും കുറേനക്കാരൻ്റെ പകരം നിൽക്കാനും ഒക്കെ നമുക്ക് വലിയ മനസ്സാണ്. പക്ഷേ സൂക്ഷ്മമായ ജീവിത തലങ്ങളിൽ പാളിപ്പോകുന്നെങ്കിൽ, നമ്മൾ വീണ് പോകുന്നെങ്കിൽ എവിടെയോ ഒരു കുറവ് നിൽക്കുകയാണ്. ഇത് നമ്മൾ പാഠമായി വായിച്ചത് മത്തായി സുവിശേഷം 13-ാം അധ്യായം 24 മുതലുള്ളൊരു വാക്യമാണ്. പ്ലക്ക് ദ വീഡ് എന്ന് പറയും. WEED. കളകളെ പറിച്ചു കളയുക. ഒരു വീട്ടില് ഒരിക്കലും സമാധാനമില്ല, എപ്പോഴും വഴക്കും വക്കാണവും. അടുത്തൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു വലിയ യുദ്ധകളത്തിൻ്റെ പരിസരത്തൂടെ നിൽക്കുന്നത് പോലെ തോന്നും. അപ്പം ആ അമ്മയോട് കാര്യം തരും. അപ്പം അമ്മ പറഞ്ഞു, എന്നെ കൊണ്ട് ഒരു കുഴപ്പവുമില്ല, അവൾ വന്നതിന് ശേഷമാണ് ഇതൊക്കെ എൻ്റെ വീട്ടിൽ സംഭവിച്ചത്. വീട്ടിൽ സമാധാനം വിളയാത്തതിൻ്റെ കാരണം എന്താണ്? മരുമകൾ എന്ന് പറയുന്ന അവൾ, സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടോ, അവൾ വന്നതിന് ശേഷമാണ്. ഇതാണ് അമ്മയുടെ പ്രശ്നം. ഇനി ഇതേ കാര്യം മരുമകളോട് ചോദിച്ചാലോ? മരുമകൾക്ക് ഒരു ഉത്തരവ്. മരുമകൾ പറഞ്ഞു, എന്നെ കൊണ്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എന്നെ പോലെ ഡീസൻ്റായിട്ട് ഈ രാജ്യത്ത് ജനിച്ചത് എനിക്ക് ഒരാൾ കാണത്തില്ല, അത്ര ഡീസൻ്റാണ്. അമ്മയാണ് എല്ലാത്തിനും. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം
മരുമകളാണ് കുഴപ്പം. മരുമകളെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ് കുഴപ്പം. വീടൊരു സ്വർഗമാകാത്തതിന് കാരണം ഇതിനിടയിൽ വളരുന്ന കളകളാണ്. ഇതിനിടയിൽ വളരുന്ന ചില കളകളാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് ലോകത്തിൽ തിന്മയുണ്ടായി? തിന്മ അകറ്റാനുള്ള ആവേശത്തോടെ ലോകത്തിലേക്ക് ഇറങ്ങിയ യുവാവാണ് ഔറേലിയസ് അഗസ്റ്റിൻ എന്ന് പറയുന്നത്. തിന്മയ്ക്കെതിരെ പടവെട്ടാൻ അദ്ദേഹം ഒരു മിനിക്കേയൻ വിശ്വാസിയായി, എന്ന് പറഞ്ഞാൽ സത്താപരമായി തിന്മയുണ്ടെന്ന് കരുതിയ ഒരു പഴയ പ്രത്യയശാസ്ത്രമാണ് മിനിക്കേയിസം. തിന്മയുടെ കള പറിച്ച് വൃക്ഷങ്ങൾ വെട്ടിമാറ്റണമെന്നും പറയുന്ന പല പതിപ്പുകൾ ഇതിനോട് ചേർത്തിട്ടുണ്ട്. മരുമകളെ കളയായി കാണുന്ന അമ്മാവിയമ്മ, അമ്മാവിയമ്മയെ കളയായി കാണുന്ന മരുമകള്, ആരാരെ വെട്ടിമാറ്റും? ഏത് കളയെ പറിച്ച് പിഴുതു മാറ്റും? വല്ലതും നടക്കുമോ? സെൻട്രൽ ജയിലിൽ സ്ഥലം കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് വെട്ടിക്കളയാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. എനിക്കൊരാളിനോട് ദേഷ്യം തോന്നി ആദ്യം ഞാൻ വിചാരിക്കുന്നത് അവനെ തട്ടിക്കളയാം, ഞാൻ മാത്രം. അവനും അതേപോലെയാണ് വിചാരിച്ചത്. അവനും അതുപോലെ വിചാരിച്ചു. എനിക്ക് മാത്രമല്ലല്ലോ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത്. അപ്പൊ ആരാരെ കൊല്ലും? ജീവിതത്തിന്റെ അവസാനം വരെ ആലോചിച്ചുകൊണ്ടിരിക്കുക. രണ്ടും നടക്കും. ഒരുപാട് വെട്ടിമാറ്റാൻ നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നടക്കും. കളയില്ലാത്തൊരു പർദീസ ഇനി ഉണ്ടാവുന്നു. നല്ല ചെടികളായിട്ടൊക്കെ നട്ടുപിടിപ്പിച്ചതാണ്. നല്ല വെള്ളം തന്നു, നല്ല വളമിട്ടു, സൂര്യപ്രകാശം കിട്ടി, എല്ലാ കാര്യങ്ങളും നടന്നു. പക്ഷേ ജീവിതത്തിൻ്റെ ബന്ധങ്ങളെ കളയായി കാണാനുള്ളൊരു കണ്ണിൻ്റെ കാഴ്ചയുമൊക്കെ മാറിയപ്പോഴാണ് ദുരന്തങ്ങളായി മാറുന്നത്. ഈ മത്തായി സുവിശേഷം 13:28 മുതൽ 28-29 വായിക്കുമ്പോൾ മറ്റൊരു അർത്ഥതലങ്ങളാണ്. ദ ലാൻഡ് ആൻഡ് ദ ബുക്ക് എന്ന് പറഞ്ഞൊരു പുസ്തകം. ആ പുസ്തകത്തിൽ തോംസൺ പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. വളർച്ചയെത്തിയ ധാന്യവും കളയും തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം നെൽപ്പാടങ്ങളുടെ അരികിലൂടെ നമ്മൾ നടന്നു പോയാൽ ആ കതിര് വന്നു തുടങ്ങുന്ന സമയത്ത് എല്ലാം ഒരുപോലെ ഇരിക്കും. പക്ഷെ എല്ലാം നെൽക്കതിരാണ്. ആ നെൽക്കതിരിനോടൊപ്പം കളയും വളരുകയാണ്. തോംസൺ പറയുന്നത് ഏറ്റവും വിദഗ്ധനായ ഒരു കർഷകന് പോലും നല്ല വിത്തിനെ നശിപ്പിക്കാതെ കള പറിച്ചു കളയാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? കളയേക്കാൾ എന്നെക്കാൾ കളയും മുറ്റി നിൽക്കുക. എന്നെ പിഴുതെടുത്ത് എന്നെ കളഞ്ഞാൽ താനി നശിക്കും. കളയെടുത്ത് കളയുമ്പോൾ ഞാൻ ഇതിനോടൊപ്പം നശിച്ചു പോകും. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നല്ല ചെടികളുടെയും കളകളുടെയും വേരുകൾ കൂടിപ്പിണഞ്ഞു കിടക്കുന്നു. മാറി നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് യജമാനന്റെ വേദപുസ്തക സങ്കല്പത്തിൽ കർഷകന്റെ ഏറ്റവും വലിയൊരു സൗമനസ്യം എന്ന് പറയുന്നത് രണ്ടും വളരട്ടെ. അതാണ് സുവിശേഷത്തിൽ പറയുന്നത്. 13-ാം അധ്യായം 6-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ ആ വൃക്ഷത്തെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന സ്ഥലത്ത് അവിടെ പറയുന്നൊരു കണ്ടീഷനുണ്ട്. എന്താ കണ്ടീഷൻ? ഞാൻ കള പറിച്ച് കളയട്ടെ. ചോദ്യം. യജമാനന്റെ ഉത്തരം എന്തുവാ? 1 വർഷം കൂടെ നിൽക്കട്ടെ, ഒരു ഗ്രേസ് പീരീഡ് കൂടെ തരിക. അതാണ് ഈ നോമ്പൂടെ നോക്കും. ഈ ഒരു പാഷൻ വീക്ക് കൂടെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ജീവിതം എക്സ്റ്റെൻഡ് ചെയ്ത് തരികയാണ്. പക്ഷെ വെട്ടിക്കളയാൻ മൂർച്ചയേറിയ കത്തിയും വാളും കൊടുവാളും ഒക്കെ ആയിട്ട് ആളുകൾ അങ്ങനെ നിൽക്കുകയാണ്.
വ്യക്തികളെ, എനിക്കിഷ്ടമില്ലാത്തവരെ കളകളായി പറിച്ചു കളയാനല്ല യേശു പഠിപ്പിച്ചത്. യേശു പറഞ്ഞു, വേണ്ട, അവയോടൊപ്പമുള്ള നല്ലതും കൂടെ നശിച്ചു പോകും. ഈ ഫലം തരാത്ത അത്തിവൃക്ഷത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ വെട്ടിക്കളയാമെന്ന നിർദ്ദേശത്തിന് കൃഷിക്കാരൻ നൽകിയ മറുപടി, കാത്തിരിക്കാം, അത് കായ്ക്കും, ഒരാണ്ടുകൂടെ, ഒരാണ്ടുകൂടെ നിൽക്കട്ടെ. ഈ കർത്താവിൻ്റെ കൃപയെന്ന് പറയുന്നത് ഇതാണ്. എന്തെല്ലാം കുരുത്തക്കേടുകളാണ് ഓരോ ദിവസം നമ്മളൊക്കെ ചെയ്തു പോകും. എണ്ണിയ എഴുതിയിരിക്കും. എന്നിട്ട് കർത്താവ് പറയാൻ തട്ടിക്കളയണ്ട, നോക്കാം. അവനൊരുപാട് അവസരം കൊടുക്കുകയാണ്. ആ അവസരങ്ങൾ ഓരോന്നും എൻ്റെ ജീവിതത്തിൻ്റെ രൂപാന്തരത്തിന് വേണ്ടി മനസ്സോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷം. ഈ കാത്തിരിപ്പ് ഇറങ്ങിപ്പോയ മകനെ അന്വേഷിച്ച് മടങ്ങി വരുന്നവരെ കാത്തിരുന്ന അപ്പനെ പോലെ ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിൽ സൂഫിസമൊക്കെ സ്വീകരിച്ച് നാട് വിട്ടിട്ട് മടങ്ങി വരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് വൈക്കം മുഹമ്മദ് ബഷീർ വീട്ടിൽ വരുന്നത്. ഒരു അർദ്ധരാത്രി വന്ന് നോക്കുമ്പോൾ വീട്ടിൻ്റെ അകത്ത് ഒരു ചിമ്മിനി വിളക്കിരുന്ന് കത്തുകയും ആ കതകിൻ്റെ വിടവിലൂടെ അടുക്കള പുറകുവശത്തൂടെയാണ് അദ്ദേഹം വന്നതെന്നാണ് പറയുന്നത്. ആ കതകിൻ്റെ വിടവിലൂടെ നോക്കിയപ്പോൾ തെളിഞ്ഞ് കത്തുന്നൊരു ചിമ്മിനി വിളക്ക്, ഒരാളിന് കഴിക്കാനുള്ള ഭക്ഷണം വിളമ്പി അടച്ചു വെച്ചിരിക്കുന്നു. ഉമ്മ ആ മുട്ടിന്മേൽ തറയിലൊരു പലകയിൽ ഇരുന്നിട്ട് അത് കാൽമുട്ടിൽ തല താഴ്ത്തി ഉറങ്ങി മയങ്ങി അങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ട വൈക്കം മുഹമ്മദ് ബഷീർ വലിയൊരു ആവേശത്തോടുകൂടെ, സങ്കടത്തോടുകൂടെ, ഒരു അത്ഭുതത്തോടുകൂടെ ഉമ്മ എന്ന് നീട്ടി പതുക്കെ ഒച്ചയില്ലാതെ വിളിക്കുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, വിളിച്ച് ഉമ്മ കേട്ടു. അപ്പോൾ ഉമ്മ പറയുന്നൊരു അമ്മയോട് ചോദിക്കുകയാണ്, ഇത് ആർക്കുമ്മ ഈ അത്താഴം വിളമ്പി വെച്ചിരിക്കുന്നു? പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു, ജീവിച്ചിരിപ്പുണ്ടോ പോലും അവർക്കറിയാൻ പാടില്ല. ലോകം മുഴുവൻ കറങ്ങി. ഇതാകെ ഈ ഒരാളിന് കഴിക്കാനുള്ള അത്താഴം വിളമ്പി വെച്ചിരിക്കുന്നു. ഉമ്മ ബാപ്പ കേൾക്കാതെ അവന് കേൾക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇറങ്ങിപ്പോയ അന്ന് മുതൽ എല്ലാ രാത്രിയും അത്താഴവും വിളമ്പി വിളക്കും കത്തിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കും. അതാണ് ഇതല്ലേ നമ്മളോട് അവൻ കുരുത്തക്കേട് കാണിക്കാൻ കിട്ടാൻ ക്ഷമിക്കാൻ പറ്റുമോ? ഉള്ളതെല്ലാം എടുത്തെറിഞ്ഞ് ഇറങ്ങിപ്പോയവനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ അത് പിന്നീട് പറയുന്നൊരു കാര്യമുണ്ട്, പശ്ചാത്തപിക്കാൻ ഇതിൽ പരം ഒരു സ്ഥലമുണ്ട്. 1000 കുരിശടികളുടെ മുൻപിൽ കമിഴ്ന്നു വീണ് കിടന്നാലും നിനക്കുണ്ടാകാത്ത വികാരം നിന്നെ ക്ഷമാപൂർവം സ്വീകരിക്കുന്ന അമ്മയുടെ കാൽപാദത്തിൽ. കുരിശെന്ന് പറയുന്നത് വീട് കൊടുക്കുകയല്ല, വീണ്ടെടുക്കുകയാണ്. അതാണ് ഈ മനസ്സലിവെന്നൊക്കെ പറയാം. ആർദ്രത എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഞാനൊരു 7-8 വർഷം ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലെ പല ജോലികളിൽ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് വളരെ അതിശയകരമായി തോന്നുന്നൊരു കാഴ്ച, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഇൻറ്റൻസീവ് കെയറിൽ പ്രവേശിക്കും. രാത്രിയായാലും പകലായാലും ഇൻറ്റൻസീവ് യൂണിറ്റിൽ പോയി 6-7 ദിവസം പല്ല് തേക്കാറില്ല, കുളിക്കാറില്ല, ഭക്ഷണം കഴിക്കാറില്ല, വസ്ത്രം മാറ്റാറില്ല. ഈ ഒരു റൗണ്ട് ഗ്ലാസ്സിലൂടെ മാത്രം നോക്കി നിൽക്കുന്ന എത്രയോ അമ്മമാരുണ്ടാകും. എന്തുകൊണ്ടാണ് അത് കിടക്കുന്നതാരാ? ഈ കരുതലല്ലേ കർത്താവ് നമുക്ക് തരുന്നത്? ഈ കരുതലല്ലേ കർത്താവ് നമുക്ക് തരുന്നത്? എന്നിട്ടും കളയാണ്, തിന്മയാണ്, ദോഷമാണ്, ദുരന്തമാണെന്നൊക്കെ പറഞ്ഞ് ഗിർവാണമടിച്ച് നമ്മൾ നടന്നിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് ഫലം ആഗ്രഹിച്ചു,
പക്ഷെ വന്നിട്ട് എന്ത് പറ്റി? നമ്മൾ രണ്ട് എക്സ്ക്യൂസ് പറഞ്ഞെന്തുവാ? ഇപ്പൊ സീസൺ അല്ല, ഇപ്പൊ സീസൺ അല്ല, ഞാൻ കുറച്ച് തിരക്കിലാണ്, അടുത്ത സീസണിൽ എൻ്റെ തിരക്ക് പറയുമ്പോൾ വന്നാൽ നീ ഉദ്ദേശിക്കുന്നൊരു വില എന്നിൽ നിന്ന്. പക്ഷെ പ്രശ്നം എവിടെ ആയിരിക്കുന്നത്? വഴിയരികത്തിരിക്കുന്ന മരത്തിന്റെ അരികിൽ ആരെപ്പോ വരുന്നു എന്നുള്ളതല്ല, വരുന്നവന് കുളിർമ കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ പിന്നെ വഴിയോരത്ത് നിന്നിട്ട് കാര്യമില്ല. വിശ്വാസി എപ്പോഴും തണല് കൊടുക്കാൻ മനസ്സ് വേണം, തണല് കൊടുക്കാൻ മനസ്സ് വേണം. ആ ഒരു ശ്രദ്ധ നമ്മളെല്ലാവരുടെ മേലും ഉണ്ടാകും. സ്ഥലം പാഴായി പോകുന്നു, കൊഴുത്ത് തഴച്ചു വളരുന്നു, വേറെ കൃഷികളൊന്നും ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. വെയിറ്റ്, ഒരു വർഷം കൂടെ ഞാനൊന്ന് തടം എടുത്ത് കുറച്ചുകൂടെ പരിപോഷണം കൊടുത്ത് കുറച്ചുകൂടെ പ്രോത്സാഹനം കൊടുത്ത് നമ്മളൊക്കെ ജീവിതത്തിൽ ദൈവം നിലനിർത്തുകയാണ്. ഈ കൗൺസിലിംഗ് പഠിക്കുന്ന സമയത്ത് പൊതുവേ നമ്മൾ പറയുന്നുണ്ട്, ഐ ആം ഓക്കെ, ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഞാൻ മാത്രമാണ് ഏറ്റവും മിടുക്കൻ, ബാക്കിയുള്ള എല്ലാവരും ഈ ലോകത്തിലെ ഏറ്റവും മോശമായത്. ഈ മനോഭാവമാണ് പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. കളയും വിളയും ഒരുമിച്ച് വളരുമ്പോൾ വിള നഷ്ടമാകാതെ പറിച്ചു മാറ്റാൻ കഴിയാത്തതുകൊണ്ട് കൃഷിക്കാരനെ ദൈവം അത് ഏൽപ്പിച്ചില്ല. അങ്ങനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കുമായിരുന്നില്ല, നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കാണുകയില്ല. എന്നേ ആരെങ്കിലുമൊക്കെ പറിച്ചു കളഞ്ഞ് തീയിട്ട് വെട്ടിപ്പോകും. അവിടെയുള്ള ഒരു നന്മ എന്തുവാ? ദൈവത്തിൻ്റെ കരുതലാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മളൊക്കെ പറയും തിന്മ, മോശം, കുഴപ്പമായതെന്നൊക്കെ പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളിൻ്റെ മുഖത്തൊന്ന് ചൂണ്ടി നോക്കും. ഒരിക്കലൊരു വലിയ കർഷകൻ്റെ തോട്ടത്തിലെ തൊഴിലാളികളെല്ലാവരും കൂടി ചേർന്നൊരു സമ്മേളനം നടത്തി. ആ സമ്മേളനം നടത്തിയപ്പോൾ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, കളയെല്ലാം പെറുക്കി മാറ്റിയില്ലേ, കല്ലും മുള്ളും നമ്മൾ തരംതിരിച്ച് കളഞ്ഞില്ലേ, നല്ല നിലത്ത് നല്ല വിത്ത് വിതച്ചിട്ട് പിന്നെ എങ്ങനെ ഈ കള വന്നു? കള ആര് വിതച്ചു? അങ്ങനെ ഭയങ്കര അന്വേഷണം നടന്നു. ആരാണ് ഈ കള വിതച്ചത്? അതിന് എന്താണ് അതിൻ്റെ പ്രേരണ? കുറ്റക്കാരനെ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ ഉടമസ്ഥനോട് പറഞ്ഞു. ഉടമസ്ഥൻ കർഷകനോട് പറയുകയാണ്. പല അന്വേഷണങ്ങളൊക്കെ നടത്തി. ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കണം നിങ്ങളോട് ആ രഹസ്യം ഒന്ന് പറയണമെന്ന്, ആരാണെന്ന് കള വിതച്ചത്. എനിക്കറിയാം ആരാണ് കള വിതച്ചത്. കള വിതച്ച ആളെ ഞാൻ കണ്ടു. ഉടമസ്ഥൻ തന്നെയാണ് അത് ചെയ്തത്. ഇത് കേട്ട കർഷകർ ഒരുമിച്ച് പറഞ്ഞു, ആ രഹസ്യം പുറത്ത് പറയുന്നത്, ആ രഹസ്യം പുറത്ത് പറയുന്നത്. കാരണം ഞാനാണ് ഈ തിന്മ മുഴുവൻ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ മുൻവശത്തല്ല, ഉള്ളിൽ വേറൊന്നും. തിന്മയുടെ രഹസ്യം ദൈവത്തിൻ്റെ രഹസ്യമാണ്. എല്ലാവരിലും സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും അംശമുണ്ട്. ഈ ബോധ്യം നമുക്കുണ്ടാകണം. കാത്തിരിക്കാം ഒരു നല്ല ഫലത്തിന് വേണ്ടി. അവരനെ ചൂണ്ടി, വീട്ടിലുള്ളവരെ ഓരോരുത്തരെയും ചൂണ്ടി കള എന്ന് വിളിക്കാനുള്ളൊരു പ്രലോഭനമാണ് നാം എല്ലാവരും നേരിടുന്നത്. ഈ ചില ആളുകളൊക്കെ സ്വയം നീതീകരിക്കുന്നവർ, നമ്മൾ തന്നെ പല ആളുകളെന്ന് പറയും, സംസാരിക്കുമ്പോൾ ഈ സംസാരിക്കുന്ന വ്യക്തി ഒഴിച്ച് ലോകത്തിലുള്ള സകല കോടി മനുഷ്യരും മോശക്കാരെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഒരിക്കൽ പോലും എന്നിലേക്ക് ഞാൻ പിരിയാറില്ല. തിന്മയുടെ കളവെട്ടാൻ അയൽപക്കത്തോ അടുത്തിരിക്കുന്നവരുടെ അരിയിലേക്കോ പോകണ്ട. പിന്നെ എവിടെ പോകണം? എന്നിലേക്കൊന്ന് തിരിഞ്ഞു. ഞാൻ എന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ എന്നെ കണ്ടു. അതിൽ വൈകൃതങ്ങളുണ്ട്, വൈരൂപ്യങ്ങളുണ്ട്,
എനിക്കിഷ്ടപ്പെടാത്ത രൂപവും ഭാവവും ഒക്കെ അതിലുണ്ട്. എന്നിട്ടും എൻ്റെ കർത്താവിനെ സ്നേഹിച്ചു, എൻ്റെ കർത്താവിനെ തള്ളിക്കളഞ്ഞു. ആ ഒരു ശക്തമായ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ നോമ്പുകാലം ആരാണ് കള? കർഷകൻ വളരെ ശക്തിയോടെ നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? വെട്ടിക്കളയാൻ, പിഴുതെറിയാൻ. ഉടമസ്ഥൻ പറഞ്ഞു, കൊയ്ത്ത് വരട്ടെ, കളക്ക് നിലനിൽപ്പില്ല. കൊയ്ത കറ്റകൾ കൂട്ടിക്കെട്ടി കളപ്പുരയിലേക്ക് കളകളെ കൂട്ടിക്കെട്ടി എവിടേക്ക് എറിഞ്ഞു? എവിടെ എറിഞ്ഞു? തീയിൽ കൊണ്ടു. അപ്പൊ നിനക്ക് നിലനിൽപ്പില്ല. അവിടെ ഒരു വേർതിരിക്കലുണ്ട്, ഒരു ഫിൽട്രേഷൻ നടക്കുകയാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. കളപ്പുരയിൽ പോകണം, കെട്ട തീയിൽ വീഴാൻ. നോമ്പ് കാലത്ത് അതെങ്കിലും ഒന്ന് ചോദിക്കണം. ഞാൻ എൻ്റെ വാക്കുകളൊന്ന് ഉപസംഹരിക്കാൻ ശ്രമിക്കുക. വിശ്വാസ ജീവിതത്തിൻ്റെ ഓരോ വഴികളിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്, സ്വാധീനങ്ങളുണ്ട്. ഇതെല്ലാം ശരിയാണ്. ചില സമയങ്ങളിലെങ്കിലും ഒന്ന് നിശബ്ദരാകാൻ നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുള്ളത്. ഈ യോനയുടെ ജീവിതത്തിലൊരു സാങ്കല്പിക കഥയുണ്ട്. നമ്മുടെ ദർശനങ്ങൾക്ക് അറിയാമായി. കഥയൊക്കെ നമുക്കറിയാം. കഷ്ടകാലത്തിന് യോനയെ കടലിലേക്ക് അങ്ങ് വലിച്ചത്. വായു പിളർന്നു നിന്നൊരു തിമിംഗലത്തിന്റെ ഉള്ളിൽ ചെന്ന് വീണു എന്നാണ് സാധാരണ നമ്മൾ വായിച്ച് മനസ്സിലാക്കും. ഈ മനുഷ്യൻ തിമിംഗലത്തിന്റെ ഉദരത്തിനകത്ത് എത്തിയപ്പോൾ ഈ തിമിംഗലത്തിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം മുഴുവനും ബ്ലോക്ക്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നല്ല കുഴിമന്തിയൊക്കെ മൂക്കുമുട്ട അടിച്ച് 2 ദിവസം പുറത്തു പോകാത്തൊരവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. എൻ്റെ പൊന്നെ, 1.5 ലക്ഷം രൂപയുടെ മെത്ത കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. 4.5 ലക്ഷത്തിൻ്റെ ടോയ്ലറ്റിൽ പോയിട്ട് പുറത്തോട്ടും പോകുന്നു. അത്ര പാടായിരുന്നു ഈ തിമിംഗലം അനുഭവിച്ചത്. ഓടി എവിടെ? ആ കടലിൽ ഇനി പോകാൻ ഒരിടമില്ല. എല്ലാ മൂക്കും മൂലയും കയറി ഇറങ്ങി ഒരു രക്ഷയില്ല. വല്ല വേദനയും കൊണ്ട് എന്നെ കൊണ്ടത് പറ്റില്ലെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിട്ട് കരയിൽ കൊണ്ട് എത്തിച്ചു. പിന്നെയാണ് ഞാൻ പറയുന്നത് ഈ സാങ്കല്പിക കഥ വരുന്നത്. ഇത് ഛർദ്ദിച്ച ഉടനെ വയറുവേദന അങ്ങ് മാറി, വിഷമതകളെല്ലാം പോയി. അപ്പൊ തിമിംഗലം പ്രവാചകനോട്, ആ ശക്തിയോട്, ആ മനുഷ്യനോട് പറയുകയാണ്, അങ്ങയെ വിഴുങ്ങാനായതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാലക്കേട്. അപ്പൊ ഈ പ്രവാചകൻ വളരെ സൗമ്യമായിട്ട് പറയുന്നു, ആവശ്യമില്ലാതെ വാ തുറന്നതുകൊണ്ടല്ലേ വീണത്. നമ്മുടെയൊക്കെ വീട്ടിലെ പ്രശ്നമില്ല, ആവശ്യമില്ലാത്തവർക്കല്ലേ വാ തുറന്നു. എൻ്റെ പൊന്നെ, ഡിക്ഷണറിയിലുള്ളതും ഇല്ലാത്തതും മിഷണറിമാർ കണ്ടെത്തിയതും കണ്ടെത്താത്തതുമായ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും വർണ്ണിച്ച് വിവരിച്ച് വിളിച്ചിറങ്ങി കൊടുക്കുന്നത് കേട്ടാൽ ദൈവം പോലും ആവശ്യമില്ലാതെ ഒരു വിശ്വാസി വാതൊക്കെ നിന്നെ കൂട്ടിയിട്ട് കത്തിച്ചു. നോമ്പ് കത്തിക്കാൻ വേണ്ടിയുള്ളൊരു ഒരുക്കമില്ല, കളപ്പുരയിൽ കർത്താവിനോടൊത്ത് നിൽക്കാനുള്ളൊരു അനുഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹ വായ്പ എന്ന് പറയുന്നത് അതാണ്. നമ്മളങ്ങ് വീണു കൊടുക്കുകയല്ല, വീണ്ടെടുപ്പുകാരൻ്റെ കയ്യിൽ വീഴുക. ഈ വേദപുസ്തകത്തിൽ നമ്മൾ വളരെ സുപരിചിതമായ ഭാഗമാണ്. വന്നു പറ്റിയ വിമോറകളെ തിരിച്ചറിയണം, വളർന്ന് വേരിറങ്ങിയ കളകളെ തിരിച്ചറിയണം, ആവശ്യമില്ലാത്ത സമയത്ത് വാദം.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.